السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുൻ പ്രസിഡന്റും വാണിയന്നൂരിലെ മുദരിസുമായിരുന്ന ഷെയ്ഖുന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ്, അവരുടെ മൂത്ത മകനും അതുപോലെ കാളികാവ് വാഫി PG ക്യാമ്പസിൽ ഉസ്താദുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് നൂർ ഫൈസി ഉസ്താദാണ് നമ്മോട് കൂടെ ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് വാണിയന്നൂരിലെ ആ പഴയ ഓർമ്മകൾ, ചരിത്രങ്ങളൊന്ന് ചോദിച്ചറിയാം. ആദ്യമായി ഉസ്താദ് പിതാവിൻ്റെ കൂടെ കോയക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് വാണിയന്നൂർ ദർസിൽ പഠിച്ച ആളാണ്. അപ്പോൾ അവിടുത്തെ കാരണവന്മാർ അക്കാലത്ത് ആരൊക്കെയായിരുന്നു? അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ 1971 വാണിയന്നൂർക്ക് ഓതാൻ പോണത്. ഞാൻ വാണിയന്നൂർ മാത്രമേ ഓതിയിട്ടുള്ളൂ. വാണിയന്നൂരിൽ നിന്ന് ഓതി പിന്നെ പട്ടിക്കാട് ജാമ്യാനൂരിലേക്ക് അവിടുന്ന് പോയതാണ്. അന്ന് അവിടുത്തെ കാരണന്മാരെന്ന് പറഞ്ഞാൽ അവിടെ മുത്തവല്ലി ബാവ ഹാജിയുണ്ട്, പിന്നെ കാരണവരായിട്ട് ഏനിക്കുട്ടി ഹാജിയും, അങ്ങനെ രണ്ടാളെന്നെ ഉള്ളൂ. അത് ബാവാജി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രൗഢിയുള്ള മനുഷ്യനായിരുന്നു. കണ്ടാൽ തന്നെ പേടിയാവും, അത്ര ഗാംഭീര്യം ഹൈബത്തും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അല്ലാത്ത അദ്ദേഹത്തിന് അവിടെ മുത്തവല്ലിയാക്കിയത് കുത്തുബിയാണ്. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇവിടെ മുത്തവല്ലിയായിട്ട് അങ്ങേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ മൂപ്പരെ ആക്കിയതാണ്. അന്ന് വാണിയന്നൂർ മഹൽ വലിയ മഹലാണ്. ഇപ്പോഴും വേറെ മഹലൊന്നും വേറെ പിന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇരിങ്ങാവൂർ മുതൽ പനമ്പാലം വരെ, അതുപോലെ തന്നെ പറപ്പൂത്തളത്തിൻ്റെ ഈ പാടത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ വാണിയന്നൂർ തെക്കേക്കരൻ്റെ അങ്ങേ അറ്റം വരെയൊക്കെയുള്ള വിശാലമായ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അന്ന് വാണിയന്നൂർ. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ഫുൾ അധികാരം ബാവാജിക്കായിരുന്നു. ബാവാജിൻ്റെ സഹായി നിലക്ക് എലിക്കുട്ടി ഹാജി. കോയക്കുട്ടി ഉസ്താദ് ചെല്ലണത് 71-ലാണ്. 71-ലോ അല്ലെങ്കിൽ 70-ലാന്ന് എനിക്കറിയില്ല. ഞാൻ 71-ലാണ് ചെല്ലണത്. അതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് ഇപ്പോൾ അവിടെ ഉദ്ദേശിച്ചായിട്ട് പോണത്. കാരണവന്മാർ ദീനാറ് വല്ലാത്ത ദീനിബോധം തന്നെയായിരുന്നു. ഈ ഏനിക്കുട്ടി ഹാജിക്ക് ഔലിയാക്കന്മാരോടൊക്കെ വലിയ ബന്ധമായിരുന്നു. ചാപ്പനങ്ങാടി വാപ്പുലിയർ, അതുപോലെ തന്നെ വടക്കര മുഹമ്മദ് ഹാജി പോലെയുള്ള മഹാന്മാരെപ്പോഴും സന്ദർശിക്കുക. വാണിയന്നൂരിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുക. എത്രത്തോളം നിങ്ങൾ അവിടെ മെമ്പർ നോക്കുന്നുണ്ടോ? സാധാരണ മെമ്പറിൻ്റെ മേൽ ഇന്നമാ യാമുറു മസാജിദ് അല്ലാഹി അങ്ങനത്തെ ഉള്ള ആയത്താണ് എഴുതിക്കുക. വാണിയന്നൂർ മെമ്പർ മേൽ അലാ ഇന്ന ഔലിയ അല്ലാഹി എന്നായിരിക്കും. ഇപ്പോഴാൻ തന്നെ അല്ലേ അത് ഏനിക്കുട്ടി ഹാജിൻ്റെ ഈ ഔലിയാക്കന്മാരുള്ള ബന്ധമാണ്. പിന്നെ അപ്പം അങ്ങനെ ഒരു ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളെ മനുഷ്യന്മാരോടൊക്കെ വലിയ ബന്ധം. പിന്നെ ഈ ബാബാജി എന്ന് പറഞ്ഞാൽ അത് അവിടെ കണ്ടാലേ അങ്ങനത്തെ ഒരു മനുഷ്യനെ പോലെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൂടെ ആരും പോകില്ല. പിന്നെ അവിടെ സകല മനുഷ്യന്മാർക്കും ഭയങ്കര ബഹുമാനം, വലിയ പേടിയായിരുന്നു അവരോട്. പിന്നെ അന്നത്തെ ഈ അവിടെ മിമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മുമ്പ് തന്നെ ആൾക്കാരൊക്കെ പണം ആവശ്യപ്പെട്ടിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ മെമ്പറിൻ്റെ പിന്നെ യാതൊരു വിവരവും ഇല്ല. അതിന് ഒരു ദിവസം കണക്കിന് മൂപ്പര് ഡിമാൻഡേഷൻ ആ മെമ്പറിൻ്റെ ഷീയാക്കി വെച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും കൊണ്ടുകൊണ്ട് പോകാറ് മൂപ്പര് അതന്നെ. അപ്പോൾ പിറ്റത്തെ വെള്ളിയാഴ്ച ആൾക്കാർ ജുമയ്ക്ക് വരുമ്പോൾ മൂപ്പര് വീട്ടിൽ കൂടി വന്നു. ആ മെമ്പറിൻ്റെ ഓരോ കാലും മറ്റൊക്കെ പാടെ അവരെടുത്തു തുറന്നു. അങ്ങനെ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് മൂപ്പരൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചാൽ അതൊക്കെ ജനങ്ങളത് നടപ്പിലാക്കാൻ വലിയ ബഹുമാനവും വലിയ സ്നേഹവും ആ നാട്ടിന് വലിയൊരു ഒരു കാവലുമായിരുന്നു. മുസ്ലിമിന് മാത്രമല്ല എല്ലാവർക്കും. ആ 8th മെമ്പർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ആയത്ത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ പല പിന്നെ കൊണ്ടിട്ട് പിന്നെ ആശാരിമാർ വന്നിട്ട് അപ്പം ആദ്യം മൂപ്പര് വീട്ടിൽ വെച്ചിട്ട് ആശാരിമാർ പണിയെടുത്താണ്. അതൊന്നും ആരും അറിയില്ല. പിന്നെ പണിയൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് മൂപ്പര് പ്രഖ്യാപിക്കുന്നത് അതിന് പോയി എടുത്തു കൊണ്ടുവരാൻ. അവന് പിറ്റത്തെ വെള്ളിയാഴ്ച ആൾക്കാർ വരുമ്പോൾ കൊടുന്നു, അതവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ബാബാജി ആള് ഭയങ്കര ഹൈബത്തും വക്കാറും ജനങ്ങൾക്കൊക്കെ പേടിയാന്ന് പറഞ്ഞല്ലോ. മുത്താലിമീങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വളരെ വിനയാന്വിതനായിരുന്നു. ആട് വലിയ ജഗപൂക്കിറ്റി എന്നൊക്കെ തോന്നും, പക്ഷെ ഒരു മുത്താലിമാണ് അതിന് വലിയ ബഹുമാനമായിരുന്നു. മൂപ്പര് ആരുടെയും പിന്നിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏത് ഇതാണ് വെച്ചാൽ ആളുകൾ മൂപ്പരെ മുമ്പിൽ നടത്തും. പക്ഷെ ഒരു മുത്താലിം ഉണ്ടെങ്കിൽ, ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അയാളെ മൂപ്പരെ മുമ്പിൽ നടത്തും. അത്ര വലിയ ബഹുമാനമായിരുന്നു മൂപ്പർക്ക്.
പിന്നെ വാണിന്നൂര് പഴയ ദർസുള്ള സ്ഥലമാണല്ലോ. കണ്ടേ ദർശനം. അവിടെ പണ്ട് നമ്മുടെ അബ്ദുസലാം മുസ്ലിയാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മറ്റേ ഇവിടുത്തേരാണ് അവര്. പിന്നെ പുത്തമ്പടി എന്ന് പറഞ്ഞല്ലോ, മറ്റേ കല്ലൂക്കാരമായ മൂല്യർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളാണ് അവർ. അബ്ദുറഹിമാൻ മുസ്ലിയാർ, അബ്ദുറഹിം മുസ്ലിയാർ, അബ്ദുസലാം മുസ്ലിയാർ, അബ്ദുറഹീം, അബ്ദുൽ കരീം മുസ്ലിയാർ, അബ്ദുൾ റസാഖ് മുസ്ലിയാർ, അങ്ങനെ 5 ആളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ശബ്ദത്തിന്റെ ഉടമകളായിരുന്നു. ഈ കല്ലൂക്കാരമായ മൂല്യരെ ഖുതുബ കേട്ടാ പൂതിയില്ല എന്നാ പറഞ്ഞ ആൾക്കാർ. അത്ര ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ട് നമ്മുടെ അത്ര മുമ്പാണ് അങ്ങനെ ആളുകൾ മൂപ്പരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരുടെ പാരമ്പര്യം തന്നെയാണ് മൂപ്പരുടെ മക്കൾക്കൊക്കെ. അബ്ദുസലാം മുസ്ലിയാരും അബ്ദുൽ കരീം മുസ്ലിയാരും ഒക്കെ നല്ല കാര്യങ്ങളായിരുന്നു. പിന്നെ വാണിനത്തെ ഖത്തീബ് വരുന്നു അബ്ദുസലാം മുസ്ലിയാർ മരിക്കുന്നവരേക്കും. മൂപ്പർ ആദ്യം കുവൈത്തിൽ പള്ളിയിൽ ഇമാമായിരുന്നു. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ വാണിനൂര് ഖത്തീബൊക്കെ ആയി. നേരത്തെ നിക്കുട്ടിയാജിക്ക് ഔലിയാക്കളോട് ഭയങ്കര ബന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ബാവാജിയും അതേപോലെ തന്നെ. ബാവാജിന്റെ അങ്ങനെ എന്നെ അറിയില്ല. ബാവാജി എവിടേക്ക് പോകണ്ടെന്ന് മറ്റൊന്നും നമുക്കറിയില്ല. ബാവാജിനോട് എല്ലാവർക്കും നല്ല ബഹുമാനം. ഇക്കറിന്റെ മറ്റേ വാർഷയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ മുമ്പ് ഇതുണ്ടാവുക. പക്ഷെ അതൊക്കെ ബാവാജിനേക്കാളും കൂടുതൽ എടുത്തു പിടിച്ചിരുന്നതൊക്കെ ഈ നിക്കുട്ടിയാജിയാണ്. നിങ്ങൾക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് മൂപ്പരെ പരിചയമുണ്ടോ? ഏനിക്കുട്ടിയാജിനോട് എല്ലാവരോടും നല്ല ബന്ധമുണ്ട്. മൂപ്പരെ പിന്നെ ബാവാജിന്റെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അന്ന് കുട്ടിയാണ്. ഏനിക്കുട്ടിയാജിയോടായിരുന്നു എനിക്ക് രാവിലെ കഞ്ഞിയല്ലേ എനിക്ക് രാവിലെ ചോറായിരുന്നു അവിടെ ഏനിക്കുട്ടിയാജിയോടെ. അന്നൊക്കെ ഉച്ചക്ക് കഞ്ഞിയാണ്. ഇപ്പം എല്ലാ പേരും ചോറാണല്ലോ. അന്ന് അധികം വീടുകളിൽ ഉച്ചക്ക് കഞ്ഞിയാണ്. അപ്പം അവിടെ എനിക്ക് ഉച്ചക്ക് കഞ്ഞിയായിരുന്നു എനിക്ക് ഏനിക്കുട്ടിയാജിയോടെ. അപ്പോൾ മൂപ്പർക്ക് എനിക്ക് കഞ്ഞിയായിരുന്നു ഒരു വിഷമം മൂപ്പർക്ക്. ആ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ കുട്ടി 10 മണിക്ക് വരുമുണ്ടോ, എന്നാലും എന്ത് ചെയ്യുക, തലേ ദിവസം രാത്രിക്കത്തെ കറി ഉണ്ടാവും, പിന്നെ ആ കറി കൂട്ടിയിട്ട് പിന്നെ കഞ്ഞി ചോറ് ഊറ്റിട്ട് ചോറ് തരുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് 10 മണിക്ക് ചോറ്, ഉച്ചക്ക് കഞ്ഞിയായിരുന്നു. രാവിലത്തെ മാത്രം ഏനിക്കുട്ടിയാജിയോടായിരുന്നു. അന്ന് ദർസിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? അന്ന് പലപ്പോഴും പല മാതിരിയാണ്. 30-ന്റെ മേലെ 40-ന്റെ മേലെ അങ്ങനെ പലപ്പോഴും അങ്ങനെ പിന്നെ അങ്ങനെ കൂടി വന്നിരുന്നു. പിന്നെ ഞാനൊക്കെ പോരാനൊക്കെ വന്ന ശേഷം പിന്നെ കുറെ അധികം കുട്ടികളൊക്കെ ഉണ്ടിരിക്കണം. പിന്നെ അന്ന് വീടുകളായിരുന്നു ഭക്ഷണം, എല്ലാം വീട് സെക്കാരമലൊക്കെ ഭക്ഷണം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അത് അന്ന് നാടിന്റെ ഒരു ഘടന എങ്ങനെയായിരുന്നു അവിടുത്തെ? നാട് അന്ന് വാണിനൂര് ഒരു ഫലഭൂയിഷ്ടമായ ഒരു സമ്പന്നമായ ഒരു സ്ഥലമാണ് ആദ്യം തന്നെ. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നാടുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ആനക്കര അതുപോലെ തന്നെ ഇങ്ങനത്തെ വേറെ സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് വാണിനൂര് കുറച്ച് സമ്പന്നമായ സ്ഥലമാണ്. അതിന് കാരണം അവിടെ പഴയ ആളുകളൊക്കെ കുറേ ആളുകൾ മലേഷ്യക്കാരാണ്. മലേഷ്യ, സിംഗപ്പൂരിലൊക്കെ ഉള്ള ആളുകളാണ്. വയസ്സായ ആളുകളൊക്കെ. ചെറുപ്പക്കാർ അന്ന് UAE ഒക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തുറന്നിട്ട് ആ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയ കാലം കൂടിയാണ്. 70-കളാണല്ലോ. 70-കളിലാണ് ഈ ഗൾഫിലേക്കുള്ള ആളുകളെ കുടിയേറ്റം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഗൾഫിലൊക്കെ പോണതിന് പിന്നെ അവിടെ വാണിനൂർക്കാർ കുറേ ആൾക്കാർ ഗൾഫിലൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ വീടുകളൊക്കെ ഓലമേഞ്ഞ ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നത്. പക്ഷെ അന്ന് വാണിനൂർ ബോർഡത്തെ പിന്നെ വലിയ വലിയ വീടുകളാണ്. ഓല വീടുകളുണ്ട്, വളരെ കുറച്ചായിട്ടുണ്ടായിരുന്നത്. അധികം പിന്നെ നല്ല വീടുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് ഉസ്താദ് പഠിക്കുന്ന സമയത്ത് അന്ന് ദർസിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ? പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ രായിം ഫൈസ് ഉണ്ടായിരുന്നു. മൂപ്പര് അവിടെ നിന്നാണ് ജാമ്യയിലൊക്കെ പോയത്. പിന്നെ മൂപ്പര് ഗൾഫിൽ പള്ളിയിൽ ഇമാമായി. പിന്നെ ഉമർ ഫൈസ് ഉണ്ടായിരുന്നു. മൂപ്പർ ഇപ്പോൾ ഇവിടെ മാരായംകുന്ന് മുദരിസുണ്ട് ഇവിടെ അടുത്ത് തന്നെ. മൂപ്പര് വാണിനൂരിൽ നിന്നാണ് കോളേജിലൊക്കെ പോയത്. പിന്നെ ഒരു ഇടക്കുളക്കാരൻ അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു, ഫൈസിയാണ്. പിന്നെ താനാളുകാരൻ ഒരു ഹംസ മുസ്ലിയാർ ഫൈസിയാണ്. പിന്നെ കാവലുകാർ ഒരു അഹമ്മദ് കുട്ടി ഫൈസി ഒക്കെ വാണിനൂർ ഓതിയെന്ന് പറയാം. പിന്നെ ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദുൽ മുസ്ലിയാർ, അദ്ദേഹം വാണിനൂരിൽ നിന്ന് ഓതിയെന്ന് മാത്രമല്ല അത് ഒരു മാതൃകാ യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ഉസ്താദ്, എൻ്റെ ശരീക്കോൺ എൻ്റെ ഉസ്താദുമാണ്. എനിക്ക് ആദ്യം ഈ കിതാബിനോടൊന്നും ഒരു കമ്പുണ്ടായിരുന്നില്ല. അതായത് ഓരോ പ്രാവശ്യം ഈ അടുത്ത റംസാനോട് കൂടി നിർത്തണം അങ്ങനെ. അപ്പോൾ പിന്നെ അടുത്ത റംസാൻ വരെ തള്ളി നീക്കാനുള്ള നിലക്കാണ് ഞാൻ ഓതുന്നത്. പക്ഷെ മൂപ്പരിൻ്റെ പിന്നാലെ നടക്കും, ഇത് ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചാൽ ശരിയാവില്ല, അന്നെ ഞാൻ ശരിയാക്കി തരാറുണ്ട്. മൂപ്പര് എനിക്ക് മീസാൻ മുതൽ, ഞാൻ വേറെ കിതാബുകളൊക്കെ ഓതുന്നുണ്ട്, വലിയ കിതാബൊക്കെ ഓതുന്നുണ്ട്. അതോടുകൂടി മൂപ്പര് മീസാൻ മുതൽ തുഹഫ വരേക്കുള്ള കിതാബുകൾ
എനിക്ക് മൂപ്പരുടെ വകയായിട്ട് മൂപ്പര നിർബന്ധപ്രകാരം എനിക്കൊന്ന് ഓതി തന്നു. അപ്പം എനിക്ക് നഹവിനോടും സർഫിനോടൊക്കെ ഒരു കമ്പായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം പിന്നെ മനസ്സിൽ നടക്കുമ്പോഴൊക്കെ ആ ചിന്തയായി നഹവ്. അങ്ങനെ ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ അലാ ഇബ്രാഹിം ജറിൻ്റെ അറിവ് പഠിച്ചിട്ടുള്ളൂ. അപ്പം അലാ ഇബ്രാഹിമ എന്ന് പറഞ്ഞപ്പോൾ അലാ ഇബ്രാഹിമി എന്നല്ല വേണ്ടത്, ഇബ്രാഹിമാന്ന്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ മൂപ്പരോട് ചോദിച്ചു. അപ്പം അത് പിന്നെ ഓയിർ മുസരിഫാണ്, അതിനെക്കുറിച്ച് എനിക്ക് കഴിഞ്ഞ് പിന്നീട് വരും, അപ്പോൾ മനസ്സിലാവും എന്ന് മൂപ്പര്. അപ്പം ഞാൻ പറഞ്ഞതല്ല, അപ്പോഴും മൂപ്പര ആ കമ്പം പൊടിപ്പിക്കൽ കാരണം എൻ്റെ മനസ്സ് ഏത് നേരത്തും അതുമ്മലായിരുന്നതിന് ഉദാഹരണം പറഞ്ഞാണ്. മൂപ്പർ നല്ലൊരു വന്നെ വളരെ ജീവിതമൊക്കെ വളരെ പരിശുദ്ധമായ ആർക്കും ഒന്നും മൂപ്പർ ഓതുന്ന കാലത്തോ അല്ല പിന്നീടോ മൂപ്പരെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയണ്ടാവില്ല എന്ന് എൻ്റെ അറിവ് അങ്ങനെയാണ്. എത്ര വർഷം വാണിജ്യൂർ പഠിച്ചു? ഞാൻ 7 വർഷം. 1978 ജാമ്യ നൂരിയ പോയി. മുഴുവനും വാപ്പാന്റെ അടുത്ത് തന്നെ പഠിച്ചു. ഞാനതെ ഞാൻ പരന്നാണ് ഓതി. പിന്നെ അതുവരെ പോലത്തെ അങ്ങനത്തെ ദർശനം ഓതുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ചെറിയ ആൾക്കാർക്ക് വലിയൊരു ഓതി തരുമല്ലോ. അന്നേക്ക് എൻ്റെ അളിയൻ റൈഫൈസി പറഞ്ഞ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഞാൻ ഓതിയെത്തുന്ന അത് മുസ്ലിം പിന്നെ കുറെ ഓതിയത്. ഈ കാലത്തിനിടക്ക് വാണിജ്യൂർ പഠിച്ച ആ സമയത്ത് ഒരു മറക്കാത്ത ഓർമ്മയായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? വാണിജ്യൂരത്തെ കാര്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരുന്ന ഒരു വിഷയം അവിടുത്തെ ദിക്റിൻ്റെ ആണ്ടാണ്, ഹൽക്കൻ്റെ ആണ്ട്. അത് 1970-ലോ 1971-ലോ അത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാകുക. എൻ്റെ ഓർമ്മ ശരിയാകുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാർഷിക യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ ചെന്നതിന് ശേഷമാണ് 1ാമത്തെ ആണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 71-ലൊക്കെ ആയിരിക്കും 1ാമത്തെ ആണ്ടുണ്ടായിരുന്നത്. തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്തില്ല, തുടങ്ങിയിട്ട് പിന്നെയാണ് 1ാമത്തെ ആണ്ടിന് മുമ്പായിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അന്ന് കുറേ പോത്തുകളൊക്കെ അറുത്ത് ഒരുപാട് ചാക്ക് അരിയൊക്കെ ഇതുകൊണ്ട് വാണിജ്യൂരത്തെ മഹലിൽ മുഴുവൻ ചോറും ഇറച്ചിയും വിതരണം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതിനൊക്കെ പുറമെ അവിടെ ഒരു വിധമുള്ള ഔലിയാക്കന്മാരൊക്കെ അവിടെ അന്ന് സമ്മേളിച്ചിരുന്നു. ചാപ്പനാട് പുലിയുണ്ടാവും, വടകര അമ്മദാജ് ഉണ്ടാവും, പിന്നെ ആലിമ്യങ്ങൾ CH ഐദുറൂസ് മുസ്ലിയാർ പോലെയുള്ള സമസ്തൻ്റെ ഉലമാക്കൾ, അതുപോലെ മറ്റേ അയാളുണ്ട് വീരാൻകുട്ടി മുസ്ലിയാർ, ചാപ്പനങ്ങാടി വീരാൻകുട്ടി മുസ്ലിയാർ പോലെയുള്ള വലിയ വലിയ ദാക്കിര്യങ്ങളും സൂഫി വര്യന്മാരും ആലിമ്യങ്ങളും ഔലിയാക്കളൊക്കെ ആയ ആളുകൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സായിരിക്കും. അതിൽ ദുആക്ക് പല ആളുകളും ആവശ്യപ്പെടും. ആ ദുആ ഫലിച്ച അനുഭവങ്ങളൊക്കെ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കുറേ കാലമായിട്ട് കുട്ടിയില്ലാത്തൊരു ഒരാളുണ്ടായിരുന്നു. അയാളോട് ആരോ നിൽക്കുന്ന വിഷയം തീർച്ചയാക്കാൻ പറഞ്ഞു. തീർച്ചയാക്കിയ കുട്ടി ഉണ്ടാവും. അറബി ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അവിടെ അറിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അയാൾക്ക് പിന്നെ കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു പെൺകുട്ടി, ആദ്യം ഒരു ആൺകുട്ടി ഉണ്ടായി, പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായി. പിന്നെ അവിടെ മസ്താന്മാരായ പല ആളുകളൊക്കെ സംബന്ധിക്കും എനിക്ക് എൻ്റെ ഓർമ്മയിലും എപ്പോഴും നിൽക്കണേ. ഞാൻ പലപ്പോഴും അനുഭവമായിട്ട് പറയാറുള്ളൊരു സംഭവം മസ്താൻ ബാവ മുസ്ലിയാരുണ്ട്. മസ്താൻ ബാവില്ലേ നമുക്കൊരു പറയാം. കുപ്പായം തൊടില്ല, ഒരു കള്ളിത്തുണിയും ഒരു പച്ച അല്ലെങ്കിൽ കറുപ്പോ എന്തെങ്കിലും മുണ്ടോന്ന് പുറച്ചുണ്ടാവും. മുടിയൊക്കെ തന്നെ പെണ്ണുങ്ങളുടെ മുടി വരെ നിർത്തി താടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരാളാണ്. പൂച്ചക്ക് ചോറൊക്കെ വാരി കൊടുക്കും, അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെ അയാൾ ഇവരെന്തൊക്കെ കണക്കിന് പറഞ്ഞിട്ട് വരും. ഈ ദിക്റിൻ്റെ ആണ്ടിന് എപ്പോഴും അവിടെ ഉണ്ടാവും ഇവർ. അപ്പം ഈ ദിക്റിൻ്റെ ആണ്ടിൻ്റെ ചോറ് കഴിക്കാൻ എല്ലാവരും കൂടി എന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ല് ചങ്കിൽ കുടുങ്ങി. അപ്പം പലരും ചെയ്യുന്നുണ്ട്. പലരും അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അവിടെ അങ്ങനെ പല പുറത്താക്കാനുള്ള പല മാർഗമുണ്ടല്ലോ. നമ്മുടെ നാടന്മാരെ അടുക്കൽ പലതൊക്കെ ചെയ്ത് നോക്കിയാൽ ശരിയാണില്ല. അങ്ങനെ അവിടെയുള്ള ചില വലിയ വലിയ മഹാന്മാരൊക്കെ വെള്ളം തിരിച്ചിട്ട് കൊടുത്തെത്തി, അനങ്ങണില്ല. അതിൽ പിന്നെ ഇയാള് ആര് ഈ മസ്താൻ ബാവില്ലേ ഒരു കുപ്പി വെള്ളത്തിൽ എന്തൊക്കെയാ പറഞ്ഞ ഒറ്റ ഒരു ഇരുമ്പാണെങ്കിൽ ഇറങ്ങും എന്ന് പറഞ്ഞു. ഇയാളാണ് കണ്ട് കുടിച്ചേക്കണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഇത് നമ്മളതിന് അനുഭവസ്ഥന നേരിട്ട് കണ്ട ആ സദസ്സിൽ നമ്മളവിടെ ഉണ്ട്. വാർഷികത്തിന് അത് എത്രാം വാർഷികം എന്ന് പറയാൻ വയ്യ, ഒരു ദിക്റിൻ്റാണ്ടിനാണ് സംഭവം. അത് തീരെ മറാവതില്ല, തീരെ ഒന്നും നല്ലപോലെ കുരക്കാൻ കൂടി സാധിക്കൂല. അങ്ങനെ ആകണ്ട് ഇടങ്ങറയിക്കാണ്. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് രണ്ട് കൊടുത്തിട്ടേ ഇരുമ്പാണ് ഈ പോകുന്നത്. കുട്ടിക്കലും ഇറങ്ങുന്നത് കഴിഞ്ഞായി. അപ്പൊ ഹൽക്ക വാർഷികത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോ ഹൽക്കന്റെ തുടക്കത്തെ കുറിച്ച്
എന്തേലും ഒന്ന് കേട്ടതോ? അത് എനിക്കന്നെ അറിയില്ല. കാരണം ഉപ്പാക്ക് ചാപ്പനങ്ങാടി വാപ്പുംശ്ശേരി ഇജാസത്ത് ഉണ്ട് ഇത് പലയിടത്തും സ്ഥാപിക്കാൻ. എൻ്റെ അറിവില് പിന്നെ ഉണ്ടായിരുന്നത് വീരാങ്കുട്ടി മുസ്ലിയാർക്കാണ് ചാപ്പനങ്ങാടി. വീരാങ്കുട്ടി മുസ്ലിയാർക്കാണ് അങ്ങനെ. പിന്നെ പൊന്മുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മൂപ്പര് മരിച്ചു, മൂപ്പര ഇത് കൊണ്ടൂര്, അവർക്കൊക്കെയാണ്. അവർക്ക് മൂപ്പരെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. വീരാങ്കുട്ടി മുസ്ലിയാർക്ക് ഏതായാലും ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർക്ക് കൂടുതൽ ഇങ്ങനെ അടുപ്പുണ്ടായിരുന്ന കൂട്ടര്. ഉപ്പാക്ക് ഏതായാലും ശരി, അത് വേറെ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കാനുള്ള ഇജാസത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്ഥാപിക്കുന്നത്. പിന്നെ അതിൽ സാധാരണ വലിയ വലിയ ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. അത് പിന്നെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണ്, അന്ന് വിദ്യാർത്ഥി സമാജം ഉണ്ടായിരുന്നു. അതിൻ്റെ വാർഷിക സമ്മേളനം ഭയങ്കര പരിപാടിയായിരുന്നു. ദർസിൻ്റെ വാർഷികമല്ല, അതായത് വിദ്യാർത്ഥി സമാജത്തിൻ്റെ വാർഷികം. അതന്ന് പനമ്പാല മദ്രസ ഉണ്ടല്ലോ, മറ്റേ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേരില്ലേ, മറ്റേ ഹാജി ബസാർ, അല്ല അവിടെയുള്ള മദ്രസൻ്റെ പേര് എൻ്റെ അഭിപ്രായം അറിവില്ല അങ്ങനെയാണ്, മുനവ്വിറുൽ ഇസ്ലാം എന്ന്. ഞാൻ പ്രത്യേക ഓർക്കാൻ കാരണം അന്ന് ഈ അച്ചടി ഇതൊന്നും ഇത്ര സൗകര്യത്തിലല്ല. നമ്മൾ ആദ്യം പ്രസ്സിൽ അച്ചടിക്കാൻ കൊടുക്കണം, എന്നിട്ട് അവരടുത്ത് ആ അച്ചടിയിൽ വല്ല പിഴവുണ്ടോന്നൊക്കെ ആദ്യം പിന്നെ ഒന്ന് പോയി നോക്കണം, എന്നിട്ട് അത് തിരുത്തി കൊടുക്കണം. ഇതെന്തോ അങ്ങനെ മുനവ്വിർ എന്നുള്ളതിന് മുനച്ചിറിനാണ് എഴുതി വന്നത്. പിന്നെ അതൊക്കെ കരണ്ട് ഓരോരുത്തർ പിന്നെ ശരിയാക്കുക ചെയ്തിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓർമ്മയുള്ളത് ഇപ്പോൾ. അപ്പം അതിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു സമാജത്തിൻ്റെ വാർഷികം. ഭയങ്കര പരിപാടി. ആ നാട്ടുകാർ മാത്രമല്ല, ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ അതും വന്നു. അന്ന് കറണ്ടില്ല. അന്ന് കുറേ പെട്രോൾ മാക്സ് ഇങ്ങനെ ഒരു നടുവിൽ വലിയൊരു കാല് നാട്ടിയിട്ട് ആ കാലുമെന്ന് പിന്നെ 4 ഭാഗത്തും മാല വലിച്ചു കെട്ടിയിട്ട് വലിയൊരു ഗ്രൗണ്ട് ഒരു നഗരി ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ഈ കാലുമലൊക്കെ പെട്രോൾ മാക്സ് ഇങ്ങനെ കൊളത്തിട്ടേ ഒരുപാട് പെട്രോൾ മാക്സ് അറിയില്ലേ, അതിങ്ങനെ കൊളത്തി വെച്ചിരിക്കുന്നു. അപ്പം അത് പിന്നെ അതിലന്ന് ചാപ്പനങ്ങാടി വാപ്പിലെ ഉണ്ടായിരുന്നോന്ന് സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. MM ബഷീർ മുസ്ലിയാർ, KV കൂറ്റനാട്, CH ഐദുറസ് മുസ്ലിയാർ, പിന്നെ AKB ഇരിങ്ങാവൂര്, ഇങ്ങനെ പല ആളുകളും വലിയ വലിയ മഹാന്മാരൊക്കെ അന്ന് ആ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സംഗതി വിദ്യാർത്ഥി സമാജത്തിൻ്റെ വാർഷികമാണ്. അതിന് ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അന്നതിൽ സ്വാഗതഗാനം പാടിയത് ഞാനാണ് എന്നാണ്. പിന്നെ അന്ന് നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് ഉണ്ടല്ലോ, ഇന്ന് ബഹാവുദ്ദീൻ നദീബി മറ്റേ നമ്മുടെ ദാറുൽഹുദൻ്റെ വൈസ് ചാൻസലർ, അന്ന് മൂപ്പര് എടക്കുളം ഐദുറസ് മുസ്ലിയാരാണ് എടക്കുളം മുദരിസ്. അന്ന് CH ഐദുറസ് മുസ്ലിയാരാണ് എടക്കുളം മുദരിസ്. അന്ന് എടക്കുളത്ത് ഓതുകയാണ് ആര്, ബഹാവുദ്ദീൻ ഉസ്താദ്. ആ സമയത്താണ് സമസ്തൻ്റെ സമ്മേളനം നടന്നത്, വാർഷിക സമ്മേളനം നടന്നത് തിരുനാവായ പുഴയിൽ വെച്ചിട്ട്. ഭയങ്കര സമ്മേളനം. ഇന്നിപ്പോൾ 100-ാം വാർഷികം നടത്തില്ലേ, അതുപോലെ അന്ന് സമ്മേളനം നടന്നത് തിരുനാവായ പുഴയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിന് സ്വാഗത സംഘത്തിൻ്റെ ജോയിന്റ് കൺവീനറാണ് അന്ന് ബഹാവുദ്ദീൻ ഉസ്താദ്. അന്ന് മൂപ്പര് അടക്കൽ തോന്നുന്ന ഒരു മുത്തല്ലിം മാത്രമാണ്. പക്ഷെ ആള് പ്രഗത്ഭനാണ് അന്ന് തന്നെ. അതുകൊണ്ടാണ് അത്ര വലിയ സമ്മേളനത്തിന് ജോയിന്റ് കൺവീനർ ഒരു മുത്തല്ലിമിനെ പിടിച്ചാക്കിയത്. അതുകൊണ്ടാണല്ലോ. അല്ല അന്ന് ഈ സമ്മേളനത്തിന് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് ഏത് വാർഷിക വിദ്യാർത്ഥി സമാജത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് ഐദുറസ് മുസ്ലിയാർ വരുമ്പോൾ മൂപ്പരി കൊണ്ടിരുന്നു, ബഹാവുദ്ദീൻ ഉസ്താദിന് കൊണ്ടിരുന്നു. അപ്പം അന്ന് AKB ഇരിങ്ങാവൂരുണ്ട്. AK ബീരാൻ മുസ്ലിയാർ ഇരിങ്ങാവൂരാണ്. മൂപ്പരന്ന് നല്ല എഴുത്തുകാരനായിരുന്നു. എഴുത്തിൽ മൂപ്പർ തൂലികാനാമാണ് ഇത് AKB ഇരിങ്ങാവൂർ എന്നുള്ളത്. അന്ന് സുന്നി ടൈംസ് വാരിക ഉണ്ടായിരുന്നു സമസ്തൻ്റെ. അപ്പം അതിലൊക്കെ എഴുതുന്നതായിരുന്നു മൂപ്പര്. അപ്പം AKB പറഞ്ഞു, ഈ കുട്ടി നല്ല ഒരു പ്രഗത്ഭനായ കുട്ടിയാണ്, ഐദുസിലെ ഓതുന്ന ആളാണ്, അല്ല എഴുത്തുകാരനൊക്കെയാണ്, ആ കുട്ടിനെ കൂടി നമ്മൾ കുറച്ചു നേരം പ്രസംഗിപ്പിക്കല്ലേ എന്ന് സംഘാടകരോട് AKB ചോദിച്ചു. അങ്ങനെ സംഘാടകർ സമ്മതം കൊടുത്തതിൻ്റെ പേരിൽ അന്ന് ബഹാവുദ്ദീൻ ഉസ്താദ് അവിടെ കുറച്ചു നേരം പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സ്വാഗതഗാനത്തിൻ്റെ എന്തോ സ്വാഗതഗാനം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ അന്ന് അണ്ണൻ പാടിയത്. കുത്തുബി ഉസ്താദിനെ പരിചയമുണ്ടോ? പരിചയം കേട്ട പരിചയം അല്ലാതെ വേറൊന്നുമില്ലല്ലോ. വാണിനൂരത്തെ ചരിത്രത്തിൽ ഇപ്പോൾ കുത്തുബിയാണ് ഇയാളെ മുത്തവല്ലിയാക്കിയത്, വാവാജിനെ മുത്തവല്ലിയാക്കി നിശ്ചയിച്ചതെന്നുള്ള വിവരമൊന്നല്ലാതെ എനിക്ക് കൂടുതൽ അറിയില്ല. അവിടെ മയമൂല്യരുണ്ടായിരുന്നു അവിടെ. ഇപ്പം ഞാൻ പറഞ്ഞ വെള്ളിയങ്ങര ഈ മയമൂല്യർക്ക് കുറേ ആളുകളെ കുറിച്ച് അറിയാം. മൂപ്പര് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഒരു സമ്മേളനം, ആ സമ്മേളനത്തിന് സ്റ്റേജിൽ കുറേ ആലിമീങ്ങളുണ്ട്, കുത്തുബി ഇല്ലെങ്കിൽ അത് പ്രത്യേകം അറിയുന്നു.
കുത്തിബി അവിടെ ഉണ്ടെങ്കിൽ അതൊരു അവിടെ പ്രകാശം ഒരു പ്രകാശം അത് നല്ലൊരു ആ സദസ്സ് നിറഞ്ഞൊരു സദസ്സാവുള്ളൂ എന്ന് മൂപ്പര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ എനിക്ക് മൂപ്പരെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല. പിതാവ് കോയക്കുട്ടി ഉസ്താദ് എത്ര വർഷം വാണിയന്നൂർ നിന്നിട്ടുണ്ടാവും? 12 കൊല്ലം എനിക്ക് തോന്നുന്നത്. 12 വർഷം. പിന്നീട് അവിടുന്ന് പൊന്മണ്ടം പോയി, പിന്നെ ഇടക്കുളം, പിന്നെ അവസാനം ഇവിടെ നിന്ന് കുടിഞ്ഞിലും 12 കൊല്ലം നിൽക്കണത്. അപ്പോ ചുരുക്കത്തിൽ അവിടുത്തെ ജീവിതത്തിൽ മറക്കാത്ത ഓർമ്മയായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഹൽക്കന്റെ ഹൽക്ക, ഈ സമ്മേളനം, വാർഷിക സമ്മേളനം. പിന്നെ എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ വളർച്ച അത് ഇതാണല്ലോ, എൻ്റെ ആ ബാല്യപ്രായം അവിടെയാണല്ലോ. എത്രാം ക്ലാസ്സിലാണ് അവിടെ ദർശനം ചേർന്നത്? ക്ലാസ്സിൽ അന്ന് ക്ലാസ് ഒന്നുമില്ലല്ലോ, അന്ന് ഇതല്ലേ അത്. അന്ന് എനിക്കൊരു 10-11 വയസ്സാണ് പ്രായം. അപ്പോൾ ആ സമയത്ത് അവിടെ ചേർന്ന് പിന്നെ 12 വയസ്സ് 7 കൊല്ലം ഓതിയിട്ടാണ് ജാമ്യയിൽ പോവുകയും ചെയ്തു. പിന്നെ അന്ന് റോഡൊന്നും ഇല്ലാണ്ട് അന്ന് തിരൂര് ബസ് സ്റ്റാൻഡിട്ട് നടക്കുകയാണ്. അത് എല്ലാവരും എന്താ ചെയ്യുക, ആണും പെണ്ണും അവിടെ വയസ്സന്മാരും വയസ്സത്തിൽ ആരും അവിടെ വ്യത്യാസം എല്ലാവരും നടക്കുക. അത് വിഷയമല്ലേ കേട്ടാ. തിരൂര് പോയിട്ട് സാധനമൊക്കെ വാങ്ങാൻ പോയിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വന്ന് പിന്നെ ആ സാധനം വാങ്ങിയിട്ടില്ലെന്ന് വേറെ അപ്പം തന്നെ അങ്ങോട്ട് തന്നെ ഓടി പോകും. അതിന് അന്നൊരു വിഷയം. അന്ന് തിരൂര് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അന്നത്തെ ബസ് സ്റ്റാൻഡ്. ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷന് പിൻവശം ആണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടുന്ന് നടക്കണം. അവിടുന്ന് നടന്നിട്ട് ചിത്രസാഗർ സിനിമ ഹാളുണ്ട്, സിനിമ ഹാളിൻ്റെ ഇതാണ്. അവിടുന്ന് ആ സിനിമ ഹാളിൻ്റെ മുമ്പിൽ കൂടെ ഒരു ഊടുവഴിയുണ്ട്. ആ ഊടുവഴി കൂടെ നടന്നാൽ വരമ്പ്, അതുകൂടെ നടന്നാൽ കോട്ടിക്കെത്തും. കോട്ടിൽ നിന്ന് ഇങ്ങനെ പനമ്പാലം വഴിയാണ് പിന്നെ ഇങ്ങനെ വാണിയമ്പലത്ത് എത്തുക. എങ്ങനെയായാലും ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവുന്ന തോന്നുന്നത്. അതൊന്നും വിഷയമില്ലായിരുന്നു നടക്കാൻ. അന്ന് പിന്നീട് പനം പാലൊന്നുമുണ്ട്. പക്ഷെ ഈ പാലത്തിൻ്റെ അവിടുന്ന് അപ്പുറം വാഹനങ്ങൾ ഓടാനുള്ള ഒരു ചെറിയ റോഡൊക്കെ ഉണ്ട്. പക്ഷെ അത് ചിലയിടത്തൊക്കെ പിന്നെ പൊളിഞ്ഞിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ചാല് ഒക്കെ ആയിട്ട് വാഹന സഞ്ചാരയോഗ്യമായിരുന്നില്ല. പിന്നീട് പിന്നെ അതൊക്കെ തൂർത്ത് അതിൽ കൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി. പക്ഷെ അന്ന് മായനങ്ങാടിക്ക് ഇല്ല. പിന്നീട് അവിടെ ആളുകളുടെ ശ്രമഫലമായിട്ടുണ്ടായതാണ് ഈ പിന്നെ എന്തെങ്കിലും പറയാ, ആളുകളൊക്കെ അവിടെ സഹകരിച്ചിട്ടുള്ള ഒരു പരിപാടി. എന്താണ് പറയാ, നമ്മുടെ പൂണേരി കുഞ്ഞിനാജിൻ ഉണ്ടായിരുന്നു. മൂപ്പര് മരിച്ചു. കാതറാജി കുഞ്ഞിനാജിനൊക്കെ പൂണേരി. അവരെ ആ കുഞ്ഞിനാജ് ഗൾഫ് കുവൈത്തിലായിരുന്നു. മൂപ്പർ വന്നതിന് ശേഷം മൂപ്പർ കുറേ ആളുകളൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ട് പിന്നെ ഈ ഇവിടുന്ന് മീശപ്പടിക്കൽ നിന്ന് അങ്ങോട്ട് കാന്തളൂർ പാടണ്ടല്ലോ, മറ്റേ ചെറിയമ്മടത്തേക്ക് പോണ അതുവരേക്കുള്ള റോഡ് ശരിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവർ പല ആളുകളും സ്വന്തം കൈക്കോട്ടെടുത്ത് അവരെ തന്നെ കളച്ച് അധ്വാനിക്കുക, അതിനും സാധിക്കാത്ത ആളുകൾ പൈസ കൊടുക്കുക, അങ്ങനെ എല്ലാവരും കൂടി സമഫലമായിട്ടാണ് അന്ന് ആ റോഡ് ഉണ്ടാക്കിയത്. പിന്നെയാണ് പിന്നെ ഇപ്പൊ ശരിയായി. അപ്പൊ ആദ്യം അവിടെ ഇടവഴിയായിരുന്നു നടക്കാനുള്ളത്. നേരത്തെ എനിക്കുട്ടി ഹാജിന്റെയും ബാവാജിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതേപോലെ അന്ന് ദർശനെ സഹായിച്ചിരുന്ന ദർശന് കുട്ടികൾക്ക് ഭക്ഷണം നൽകാനൊക്കെ മറ്റേ മുമ്പിലുണ്ടായിരുന്ന കാരണവന്മാര്. കുട്ടികൾക്ക് ഭക്ഷണം ഓരോ നാട്ടുകാർ ഓരോ പെരക്കാരല്ലേ കൊടുക്കുക. അതിന് കാരണന്മാരൊന്നുമില്ല. ഓരോരുത്തരും ഡേറ്റ് എടുക്കാണ്. ഇന്ന നേരം ഞാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഫുൾ ഞാൻ, അങ്ങനെയൊക്കെ. എനിക്കൊക്കെ ഒരു പൂനെ കാതറാജിലൂടെ ആയിരുന്നു എനിക്ക് ചിലവ്. അത് അന്ന് കാതറാജ് കുഞ്ഞാജിക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് ഫുൾ ചിലവ്. അതിൻ്റെ മുമ്പ് എനിക്ക് വേറെ സ്ഥലത്തൊക്കെ ഉണ്ടാക്കണം. എലിക്കുട്ടാജിലൂടെ ഉണ്ടാക്കണം. പിന്നെ വേറെ കണ്ണേത്തി വീരാനാജി, കോയിപ്പള്ളി കുഞ്ഞലിവേക്ക, പിന്നെ ഇപ്പോൾ വീരാൻകുട്ടിയും ഒരു അബു ഹംസ അവരൊക്കെ ഉണ്ട് കോയിപ്പള്ളി. അവരെ വീട്ടിൽ അവരോടൊക്കെ വല്ലാത്തൊരു അടുപ്പായിരുന്നു. ഇപ്പോഴും തന്നെ അവരോടൊക്കെ വലിയ അടുപ്പാണ്. ഉണ്ട്. ഈ ഇവര് ബന്ധപ്പെടാറുണ്ട്. കോഴിപ്പള്ളി അവരായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞാൻ അവിടെ വരുന്ന സമയത്ത് പൂണേരിക്കാരോടെ പോകാറുമുണ്ട്. അവർ നമ്മുടെ കുടുംബമാണ്. നേരത്തെ പറഞ്ഞ് ദർസിൽ പഠിക്കുന്ന സമയത്ത് കല്ലൂക്കാര മുഹമ്മദ് മുസ്ലിയാരെ മക്കള് സലാമുസ്താദിനൊക്കെ പറ്റി. സലാമുസ്താദിന് പരിചയമുണ്ടോ? നേരിട്ട് പരിചയം? ഞാൻ അവിടെ പോകുന്ന സമയത്ത് അന്ന് മൂപ്പരാന്റെ യുവാവാണ്. പിന്നെ എനിക്ക് ചായക്കാരൻ ഒരു മിതിൻകുട്ടിയാക്ക ഉണ്ടായിരുന്നു അവിടെ. ചായക്കാരൻ മിതിൻകുട്ടിയാക്കാന്ന് പറഞ്ഞു. മൂപ്പര മകളിനെയാണ് നമ്മുടെ ഈ കുറുക്കോളി മൊയ്തി MLA ഉണ്ടാവും. മൂപ്പര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു വരും. അവരൊരു സലാം മുസ്ലിം കൂടി വലിയ ബന്ധമായിരുന്നു. അപ്പം ചെറുക്ക് ഞാനവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ സലാം മുസ്ലിം അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കണ്ണേത്തെ വീരാനാജി
മൂപ്പരോടെ എനിക്ക് ഇതുണ്ടായിരുന്നു. പിന്നെ തലശ്ശേരിക്കാർ കണ്ട പേരക്കാരൻ്റെ അവിടെ അവരുടെ മക്കളാണ് പേര് മുസ്തഫ കണ്ട്, മുസ്തഫ, മജീദ്, ഖലീൽ ഒക്കെ ഉണ്ട്. അവരോട് എനിക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചക്കിങ്ങലെ ഒരു വാപ്പുട്ടിയാക്കാണ്ടായിരുന്നു, ആ തലശ്ശേരിക്കാരൻ നേരെ താഴെ, അവിടേക്കാണ് എനിക്ക് ചിലവുണ്ടായിരുന്നു അറിയാം. അതുപോലെ നേരത്തെ പറഞ്ഞ കോൽപ്പള്ളി, പിന്നെ അരുവാക്കാടെ, എനിക്കുറ്റാജിലോടെ, പൂണേരിക്കാരോടെ, ഇങ്ങനെയൊക്കെ. എന്ത് പറഞ്ഞത് പിന്നെ എന്താണ് അവരായിട്ട് മുഴുവൻ എനിക്ക് ബന്ധം തന്നെയാണ് എല്ലാവരായിട്ടും. അവരൊക്കെ പ്രത്യേക ഈ സലാം മുസ്ലിയാർക്കുണ്ട് കുത്തുബിയത്തിൻ്റെ ദുആ പൂതി തിരുവില്ല, അമീർത്ത പൂതി തിരുവില്ലാറിൻ്റെ കുത്തുബിയൻ്റെ ആദ്യത്തെ ഇതുണ്ടല്ലോ, ആദ്യത്തെ ദുആ കുറച്ച് നീണ്ട ദുആ, അത് മൂപ്പർ ആദ്യ ഭാഗം കുറച്ചിങ്ങനെ ഇങ്ങനെ പതുക്കപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് മൂപ്പറുണ്ട് ശൈലിയുടെ ദുആ എല്ലാവർക്കും വല്ലാത്തൊരു കമ്പയറുന്നത്. മൂപ്പർ വല്ലാത്തൊരു ശബ്ദമായിരുന്നു. മൂപ്പർ ഓതുമ്പോഴും എന്തെങ്കിലും ദുആ ചെയ്യുമ്പോഴും ഒക്കെ. കുത്തുബ ഞാൻ കേട്ടിട്ടില്ല മൂപ്പരെ. ഇപ്പൊ അവിടെ ചെല്ലണതിന് മുമ്പ് വാണിയെടുത്ത മുദരിസ് ഇസ്മായിൽ മുസ്ലിയാരായിരുന്നു, ഏഴൂർ ഇസ്മായിൽ മുസ്ലിയാർ. മൂപ്പരുടെ മകൻ റഷീദ് മുസ്ലിയാരൊക്കെ അവിടെ ഓതിയിരുന്നു അന്പാരത്ത്. ഇവിടെ വാണിയിൽ വന്ന് ഇടക്കൊക്കെ മൂപ്പര വന്ന് ഓതിയിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ചെല്ലുന്ന സമയത്ത് മൂപ്പര അവിടെ ആൾക്കാരൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഇസ്മായിലിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അത് സൂഫിവേര്യനായ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും തന്നെ ഒക്കെ നല്ല ആലിമ്യങ്ങളാണ്. പിന്നെ മൂപ്പരുടെ ഒരു മകനാണ് CH മുസ്ലിയാരെ മകളെ കെട്ടിക്കണത്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ വേറെ ഒരു വിഷയമായിട്ട് പറയാനുള്ളത്, അതിന് ശേഷമാണ് മൂപ്പർക്ക് സുഖമില്ലാത്ത സമയത്താണ് ഇപ്പം അവിടെ മുദരിസാകുന്നത്. ഈ സമയത്ത് വാണിയന്നൂർക്കാരോട് എന്താണ് പറയാനുള്ളത്, അവരുടെ ഒരു ഉപദേശം നിലനിൽക്ക്? വാണിയന്നൂർക്കാർ അവരുടെ പഴയ പ്രതാപം അൽഹംദുലില്ലാഹ്. വാണിയന്നൂർ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സ്ഥലമാണ്. അവിടെ മുജാഹിദോ മറ്റൊന്നുമില്ല. അപ്പോൾ ഏതൊരു നമുക്ക് പറയാനുള്ളത് നിങ്ങളെ പഴയ പ്രതാപം, ആ ഐക്യം അത് നിലനിർത്തുക. ആ പഴയ ബാബഹാജിൻ്റെ ഒക്കെ ആ കാലത്തുണ്ടായി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു നീതിമാനായ ഒരു ഏകാധിപതിയാണ് എപ്പോഴും കുറേ പിന്നെ എന്തായാലും പറയാ വകതിരിവില്ലാത്ത കുറേ ആളുകളുടെ ജനാധിപത്യത്തിനേക്കാളും ഏറ്റവും നന്നാകുവാൻ തോന്നുക. അതിൻ്റെ ഉദാഹരണം എന്ന് ബാബാജിൻ്റെ, എനിക്കുട്ടിയാജിൻ്റെ ഒക്കെ ഇത് നീതിമാന്മാരാണ്, നല്ല കാര്യപ്രാപ്തിയുള്ളവരാണ്. അവരിൽ ഒരു ആളുകൾക്ക് വലിയ വിശ്വാസമായിരുന്നു. എത്രത്തോളം നേരം ആത്മഹത്യ ചെയ്യേ അല്ല അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇല്ലാതെ അവിടെ മറവ് ചെയ്തിരുന്നു. മുസ്ലിങ്ങളുടെ ഞാൻ കേട്ടിട്ടില്ല ആത്മഹത്യ ഒന്നും. വേറെ ചില ഇല്ലല്ലോ, അവിടെ വേറെ മതക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കും തന്നെ കൊണ്ടുപോയി മറക്കി കാടാം എന്ന് ബാബാജിൻ്റെ പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പേടിക്കാനില്ല. ബാക്കിയുള്ള മൂപ്പർ നോക്കിക്കോളും പിന്നെ. അപ്പം അത്ര ഒരു ധൈര്യം എന്ന് ആ രംഗത്തേക്ക് അവർ തിരിച്ചു പോകണം. അതാണ് ഇപ്പം നമുക്ക് പറയുന്നത്. അവർ ഈ രംഗത്ത് ഇങ്ങനെ മികച്ചതായത് ഔലിയാക്കന്മാരോട് അലിമികളോടുള്ള അവരുടെ ബന്ധം കൊണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് കുത്തിബിയാണ് മൂപ്പർ നിയമിച്ചത്. അന്നം ഇവിടെ മുത്തവല്യ അന്നെ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള ആ ഒരു നാവിൻ്റെ പുണ്യം കൊണ്ട് ആ അള്ളാഹുത്തല മൂപ്പര മുഖത്തിന് ആ ഗാംഭീര്യം, നല്ല സ്ഥൈര്യം, ധൈര്യം ഒക്കെ മൂപ്പർക്ക് പട്ടാണ്ട് കൊടുത്ത്. പിന്നെ എനിക്കുട്ടിയായി നല്ല മുതലാളിയായിരുന്നു. പക്ഷെ ജീവിതം വളരെ സാധാരണ ജീവിതമാണ്, യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഒരു മുതലാളിയാണ്, കുറേ മുതലുണ്ട് എന്നല്ലാതെ അതിൻ്റെതായ പിന്നെ സാധാരണക്കാരല്ലാത്ത നിരക്കുള്ള വസ്ത്രമോ ഈ സാധാരണക്കാർക്കല്ലാത്തൊരു ഒരു ഭക്ഷണം മൂപ്പര് വീട്ടിലോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒക്കെ തനിച്ചൊരു നാടൻ മട്ടായിരുന്നു. ദീനിനെ സഹായിക്കാൻ മുൻപന്തിയിലുണ്ട്. ഓരൊക്കെ തന്നെയാണല്ലോ ബാവാജി, എനിക്കുട്ടിയാജി, അതുപോലെ തന്നെ അവിടെ കുറേ പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവിടെ. അന്ന് മായിനങ്ങാടി എന്ന് പറഞ്ഞാൽ അവിടെ മയമുട്ടിയാജി ഉണ്ടായിരുന്നു, വള്ളിയങ്കല മയമുട്ടിയാജി. മൂപ്പർക്ക് അവിടെ കച്ചവടം ഉണ്ടായിരുന്നു. മൂപ്പരല്ലേ കളരിക്കാരനൊക്കെ ആയിരുന്നു. മൂപ്പര് മകൻ അബ്ദുൾ റസാഖൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഒക്കെ പ്രായമായിരിക്കും റസാഖ് ഉണ്ടാകുക. അപ്പോൾ ഓൻ പിന്നെ ഗൾഫിലുണ്ടായിരുന്നു. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് കണ്ടിരുന്നു മൂപ്പരെ. ഈ മയമുട്ടിയാജിയാണ് പിന്നെ മൂപ്പർക്ക് അവിടെ മൈലങ്ങാട്ടിൽ കച്ചവടം ഉണ്ടായിരുന്നു. മൂപ്പരാണ് സാധാരണ തിങ്കളാഴ്ച ദിക്കറുണ്ടായിരുന്നു. ആ ദിക്കറിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പരായിരുന്നു നടത്തിയത്. മൂപ്പരെ കുറിച്ച് ഒരു പ്രത്യേകത എല്ലാവരും പറയാറുണ്ട്. ദിക്കറിൻ്റെ പല ആളുകളും ചീഞ്ഞു കൊണ്ടുവരുമല്ലോ, ബിസ്ക്കറ്റ്, അവല്, അതും ഇതൊക്കെ പലരും കൊണ്ടുവരും. മൂപ്പര് പായൽ എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നതൊക്കെ ഇഷ്ടമായിട്ടിടും. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ നോട്ടാണ് ഞാൻ നോക്കും. എന്നിട്ട് പിന്നെ മൂപ്പര് രണ്ട് തലക്കലും ഈ പാൻ്റെ ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് തലക്കലും ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ വായിട്ട് കൊടുക്കുക. അത് അവസാനമാകുമ്പോൾ കൃത്യക്കാരം അത് എല്ലാവരും പറയാറുണ്ടായി. അത് തികയാതെ ഇരിക്കൂല, ബാക്കിയാവും ചെയ്യൂല എന്നാ മൂപ്പര നോട്ടത്തിലേ. അപ്പൊ ഇത്ര പൊടി ഇതിലുണ്ട് എന്നുള്ളതും ഒരു നിഗമനം മൂപ്പർക്ക് സാധിക്കും. മൂപ്പര് വലിയ കളരിക്കാരനാണ്. ഒരു കമ്പി
അവിടെ അന്ന് ഈ ഗ്യാസ് ലൈറ്റ് കൊടുത്തിടാനേ ഈ ഉക്കുമ്മല് ഒരു കമ്പി വളച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ കരുവന്മാരത്ത് കൊണ്ടുപോയിട്ട് അത് ചൂടാക്കിയിട്ട് അടിച്ചിട്ട് 2 തലയും വളക്കലാണ് ആ കാലത്തൊക്കെ ഉള്ളത്. ഇപ്പൊക്കെ ഈ പിന്നെ കോൺക്രീറ്റ് പണിക്കാർക്കൊക്കെ അതിൻ്റെ സാധനങ്ങളുണ്ട്. പണ്ടതില്ലല്ലോ, കോൺക്രീറ്റ് ഒന്നും അന്നില്ലല്ലോ. അന്ന് ഇതാ ചെയ്യുക, കരുവാന്മാരത്ത് കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് അത് വളക്കലാണ്. അതിന് മൂപ്പര ഇങ്ങനെ പിടിച്ചിട്ട് വളച്ച് ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ വാണിയന്നൂരിന് ആ പഴയ പ്രതാപത്തിൽ ഔലിയാക്കളോടുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ആ മഹാന്മാരൊപ്പം മഹാനായ കോഴിക്കുട്ടി ഉസ്താദ്, മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ്, മഹാനായ ഖുതുബി ഉസ്താദ്, കല്ലൂക്കാരൻ മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.